വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വയറിളക്കം പിടിച്ചിട്ടുള്ളത് ദൈവത്തെ കാണിച്ചു. ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അത്ര ക്ലീൻ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ എന്തൊക്കെ ഉണ്ട്, അതിനകത്ത് ബാക്ടീരിയ ഉണ്ടാവാം, ഫംഗസ് ഉണ്ടാവാം, ഒക്കെ ഉണ്ടാവാം. പക്ഷെ ഒരു വീട്ടിൽ ഒരാൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ, അത് അമ്മയായിക്കോട്ടെ, പെങ്ങളായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, അല്ലെങ്കിൽ അപ്പനായിക്കോട്ടെ, വീട്ടിൽ ഒരാൾ വീട്ടംഗങ്ങൾക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന എന്ന് പറയുന്നത്, എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭക്ഷണം പാകം ചെയ്യുന്നത്, എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ഈ ഭക്ഷണം പാകം ചെയ്യുന്നത്, എന്റെ വൈഫിന് വേണ്ടിയിട്ടാണ് ഈ ഭക്ഷണം പാകം ചെയ്യുന്നത്, എന്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഭക്ഷണം പാകം ചെയ്യുന്നത്. അങ്ങനെ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ പടച്ചവനോടൊരു പ്രാർത്ഥനയുണ്ട്, ദൈവത്തോടൊരു പ്രാർത്ഥനയുണ്ട്, ഈശ്വരനോടൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയോട് കൂടിയാണ് എന്ത് പാകം ചെയ്യുക? ഭക്ഷണം പാകം ചെയ്യുക. അപ്പൊ ഈ ഭക്ഷണത്തിലുള്ള സകല വിഷവും ഇല്ലാതാവും, പോയിസണൊക്കെ അങ്ങോട്ട് ഇല്ലാതാവും. എന്നിട്ട് ആ ഭക്ഷണം നമുക്ക് അനുകൂലമായിട്ട് മാറും. ഒരു വ്യക്തി വലിയ സെക്യൂരിറ്റി ഉള്ള ഒരു വീട്ടില് എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ജീവിക്കുന്ന ഒരു പറ്റം ആൾക്കാരുള്ള ഒരു സ്ഥലത്ത്, അങ്ങനെയുള്ള സംവിധാനങ്ങളുള്ള ഒരു സ്ഥലത്ത് പാകം ചെയ്യുന്ന ആള് ഭക്ഷണത്തിൽ എന്തെങ്കിലും കലർത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും സേഫ്റ്റി ഉണ്ടോ, എന്തെങ്കിലും സെക്യൂരിറ്റി ഉണ്ടോ അവിടെ? ഇല്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവരുടെ കൈകൾ എത്ര പുണ്യം ചെയ്ത കൈകളാണ്. ഇവരുണ്ടാക്കുന്ന ഭക്ഷണം നമ്മൾ ടേസ്റ്റോട് കൂടി കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമുക്ക് വയറിളക്കം പിടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, അതിന്റെ അർത്ഥം ഇവരെങ്ങനെയാ ഭക്ഷണം പാകം ചെയ്യുന്നത്? ഇവരൊരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ, ഒരു കുടുംബത്തിലെ ഭക്ഷണം പാകം ചെയ്യുന്ന വ്യക്തിയെ പോലെ, ഹൗസ് മെയ്ഡ് അല്ല, കുടുംബാംഗം. ഹൗസ് മെയ്ഡ് ഭക്ഷണം പാകം ചെയ്താൽ പലപ്പോഴും എന്തായിരിക്കും അതിനകത്ത് പ്രശ്നം ഉണ്ടാവാം. ഹൗസ് മെയ്ഡ് ആയിട്ടല്ല, ശരിക്കും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ ഇവർ ഓരോരുത്തരും ഭക്ഷണം പാകം ചെയ്യുമ്പോ, അത് കൊണ്ടുപോയി കൊടുക്കുമ്പോ, അത് കഴിക്കുന്നവർക്ക് എന്തുണ്ടാവും? നന്മയുണ്ടാവും. മഹത്തരമായ ഒരു കാര്യം. അതിന് വലിയ മഹത്വം എന്തായിരിക്കും? നിങ്ങൾ ചെയ്യുന്ന പണി എന്ന് പറയുന്നത്, പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം. കൺഗ്രാജുലേഷൻ.